ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് വിധി എപ്പിസോഡ് 2 ആണ്. എന്താണ് വിധി എന്ന് പറയുന്നതിനെക്കാട്ടി നല്ല തലയെഴുത്ത് എന്ന് പറയുന്നതെന്ന് തോന്നി. ഇവന്മാർ ഒരു കളി കണ്ടിട്ട് എനിക്ക് അങ്ങനെ പറയാനാ തോന്നുന്നത്. പിന്നെന്താ, എല്ലാവർക്കും എന്റെ ന്യൂ ഇയർ ആശംസകൾ. എല്ലാവരും സേഫായിട്ട് ഇരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും തോന്നത്തില്ലേ, പുതിയൊരു വർഷം തുടങ്ങുന്നു, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കാം, ലൈഫിൽ കുറച്ച് ചേഞ്ച് ഒക്കെ വരുത്താന്ന്. അതുപോലെ ചില സ്വഭാവങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ വർഷം ന്യൂ ഇയർ ആയപ്പോഴേക്കും, അതായത് ഒരു 2022 ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഓർത്ത്, പുതിയൊരു വർഷം വരുമല്ലോ, എന്തെങ്കിലും ചെയ്യണ്ടേന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവസാനം ഓർത്ത് എന്നാ ഡയറ്റ് ചെയ്യാന്ന് ഓർത്തിട്ട് ഡിസംബർ ഒരു പകുതി ആയപ്പോ തൊട്ടേ ഭയങ്കര തീറ്റ അങ്ങോട്ട് തുടങ്ങി. കാരണം എന്താ, 2023 തുടങ്ങിയ പിന്നെ ഡയറ്റില്ല, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. 1-ാം തീയതി തൊട്ട് തന്നെ ഡയറ്റ് തുടങ്ങിയേക്കാം. ഇരിക്കട്ടെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്റെ മുറയ്ക്കങ്ങ് പോട്ടേന്ന് ഓർത്തിട്ട് ഡിസംബർ പകുതി ആയപ്പോ തൊട്ടേ ഭയങ്കര ഫുഡ് തീറ്റയാണ്. ലഡു ഒക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ തിന്നു, ഒരു 4-5 എണ്ണം ഒക്കെ. കാരണം പിന്നീട് ഡയറ്റ് അല്ലേ, മധുരം അധികം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയി. പുതിയ വർഷം 2023 ആയി. ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ വരെ നോക്കിയിട്ടാ. പിന്നെ 2-ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും ശങ്കരൻ പിന്നെ തെങ്ങേ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ഡയറ്റ് എടുക്കും, പിറ്റേ ദിവസം ആകുമ്പോ അയ്യോ ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ, ഇന്നും എങ്ങനെ കഴിക്കാതിരിക്കും എന്ന് വെച്ചിട്ട് ഇന്നലത്തെ കൂടെ കൂട്ടി ഇന്ന് കഴിക്കും. ഒരാഴ്ചയില്ലായിരുന്നു, വെറുതെ നോർമലായിട്ട് ഇതൊന്നും ചിന്തിക്കാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ 40 കിലോ ഉള്ളായിരുന്നു. ഒരു ഡയറ്റ് എടുക്കാൻ പോയി 55 കിലോ ആയി. അതോടെ എനിക്ക് മതിയായി. ഞാൻ എന്ത് തീരുമാനിച്ചാലും ഞാനത് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ വിട്ട്. എന്ത് ചെയ്യാനാ, നമ്മൾ സീരിയസ് പോലെ തന്നെ എന്താണ് വിധി അതിന്റെ പുറകെ പോട്ടെ എന്ന് വെച്ചിട്ട് ഈ വർഷം ഞാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താൻ വേണ്ടി തീരുമാനിച്ച് പുതിയ എന്തെങ്കിലും തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണേ, കമന്റ് ചെയ്യും, ഞാൻ നോക്കും നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ ഇല്ലയോന്ന്. അങ്ങനെ കൊച്ചു വർത്താനമൊക്കെ നിർത്തിയിട്ട് ഡ്രാമയിലേക്ക് പോയാലോ? എന്താണ് തലവിധി എപ്പിസോഡ് 2 പോയി നോക്കിയാലോ? എക്കിന്റെ ഡൂവിന്റെ റൊമാൻസ് ഒക്കെ എന്തായെന്ന് അറിയില്ല. ഡൂ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ചിക്കൻ ബോസ് ഒക്കെ അടിച്ച് സിക്കായില്ലായിരുന്നെങ്കിൽ എന്നെ മുഴുവനായിട്ട് ഞാൻ നിനക്ക് തന്നേനി എന്ന് പറയും. ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി എന്ന് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞെങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്താന്ന് വെച്ചാൽ, ചിക്കൻ ബോസിന് വരാൻ കണ്ട സമയം ഇല്ലായിരുന്നെങ്കിൽ കണ്ണനും മനസ്സിനും നിറയുന്ന രീതിയിൽ കുറച്ച് സീനൊക്കെ കാണാമായിരുന്നു. അത് ഈ ചെറുക്കൻ എന്റെ ഒരു ഫേവറേറ്റ് ആണ്. എന്തോ നല്ല ഭംഗിയല്ലേ ചെറുക്കനെ കാണാൻ. അവൻ നോക്കുന്ന നോട്ടം എന്റെ പൊന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്ത് പറയാനാ, ഒന്നും കാണാൻ പറ്റിയില്ല. ഇനി സീരീസ് പോകെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം അല്ലെ. നമ്മുടെ എക്കാണെ പണ്ടത്തെ പോലൊന്നും അല്ല, നല്ല മെടുക്കനായിട്ട് രാവിലെ എഴുന്നേറ്റ് ട്രെയിനിങ്ങിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ ഡൂ എഴുന്നേറ്റിട്ട് പറയുന്നത് ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് അടുത്തിട്ട് വിളിക്കും. ഇവൻ അടുത്തേന്നത് ഇവന്റെ കയ്യിലോട്ട് ഒരു വാച്ച് കെട്ടിക്കൊടുക്കും. ഇത് കണ്ടത് ഉടനെ എനിക്ക് വെക്കും, ഇതെന്തുവാ, എനിക്കെന്തിനാ ഇതെന്ന് വെക്കും. ഉടനെ ഡൂ പറയും, ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് അവരുടെ പേരൻസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്, അവരെവിടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ കുറിച്ച് അറിയാൻ വേണ്ടി ട്രാക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഇതെന്ന് പറയും. ഇത് കേട്ടത് എക്കൊന്ന് വെക്കും, ഇത് കുഞ്ഞു പിള്ളേർക്ക് അവരുടെ പേരൻസ് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ നീ എന്തിനാ ഇത് എനിക്ക് തന്നതെന്ന് വെക്കും. ഉടനെ ഡൂ പറയും, നീ എവിടെ പോകുന്ന, എന്ത് ചെയ്യുന്ന, ആരുണ്ടോ നിന്റെ കൂടെ എന്നൊക്കെ എനിക്കറിയണ്ടേ, അതിനുവേണ്ടിയാണ് ഞാനിത് നിനക്ക് ഇട്ട് തരുന്നത് എന്ന് പറയും. ഇത് കേട്ടത് എക്ക് ചിരിച്ചിട്ട് പറയും, ഓഹോ അപ്പൊ നീ എന്റെ അടുത്ത് ജലസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് വെക്കും. പറയും, ജലസ് ഒന്നും അല്ല, നീ ഇപ്പൊ പോയി ട്രെയിനിങ് ചെയ്യടാ, പോടാ എന്ന് പറഞ്ഞിട്ട് എക്കിനെ പറഞ്ഞു വിടും. എക്കിങ്ങാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് പോകും. എക്കിങ്ങനെ പോകുന്നത് നോക്കി നമ്മുടെ ഡൂവും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ എക്കൊക്കെ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാരും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡൂ ആണ് റൂമിൽ എന്നിട്ട് അവൻ ഇരിക്കപ്പെടുത്തിയില്ല. ഒട്ടനെ എക്കിനെ വീഡിയോ കോൾ ചെയ്യും. എക്കാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നോക്കുമ്പോ ആ വാച്ചിലോട്ട് കോള് വരും. ഉടനെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വെക്കും, ഞാൻ ഇപ്പോഴല്ലേ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, ഇത്ര പെട്ടെന്ന് നീ എന്നെ മിസ് ചെയ്യാൻ തുടങ്ങിയോന്ന് വെക്കും. ഇത് കേട്ടത് ഉടനെ ഡൂ പറയും, മിസ് ചെയ്തിട്ടൊന്നും വിളിച്ചൊന്നല്ല, നീ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതോ എന്തെങ്കിലും അടവൊക്കെ എടുത്ത് മാറി നിൽക്കണമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണെന്ന് പറയും. ഇത് കേട്ടത് ഉടനെ എനിക്ക് കുറേ പഴയ പോലെ ഒന്നും അല്ല, ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് നീ വിളിച്ചത് എന്ന് പറയും. രണ്ടുപേരും രാവിലെ നല്ല റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ വാച്ച് എടുത്തിട്ടുണ്ട് പാൻറ് ഇങ്ങോട്ട് അകത്തോട്ട് കാണിക്കും. ഇത് കേട്ടത് ഷോക്കായിട്ട് ഡൂ പെട്ടെന്ന് തന്നെ മുഖം മാറ്റിട്ടേക്ക്, നീ എന്തോ ഇട കാണിക്കുന്നത് നിൽക്കും. ഉടനെ എനിക്ക് പറയാം, അല്ല നീ ചുമ്മാ ഇങ്ങനെ മുഖം നോക്കി സംസാരിച്ചോണ്ടിരിക്കല്ലേ, നിനക്ക് ബോറടിക്കുമല്ലോ, അതിന് ഞാൻ വെറൈറ്റി ആയിട്ടൊരു നമ്പർ ഇട്ടേന്ന് പറയും. കൊള്ളായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, സൂമിംഗ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് ആ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ കാണിക്കുന്ന പോലല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളതാണ്. എന്ത് ചെയ്യാനാ, ഇതൊന്നും പറയണ്ട, പക്ഷെ ഇവന്മാർ എന്നെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നതാണ് മക്കളെ. മുഖം നോക്കി സംസാരിച്ച ബോറടിക്കുമെന്ന് ഒക്കെ പറയുന്ന കേട്ടത് ഉടനെ ഡൂ ഒരു നമ്പർ, നിനക്ക് ചിലപ്പം കുറെ നേരം എന്റെ മുഖം നോക്കി സംസാരിക്കുമ്പോൾ നിനക്ക് ബോറടിക്കുമായിരിക്കും, ഞാൻ അത്ര ഹാൻസം ഒന്നും അല്ലല്ലോ എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ എനിക്ക് പറയും, ആര് പറഞ്ഞു നീ ഹാൻസം അല്ലെന്ന്, ഞാൻ നോക്കുമ്പോ ഏറ്റവും ഹാൻസമോ നീയാണ് എന്ന് പറയും. മതിയുടെ ഒക്കെ ഇന്നത്തേക്ക് ഇത്ര മതി. ഉടനെ ഇത് കേട്ട് ചിരിച്ചിട്ടാണ് ഡൂ പറയും, ചെല്ല് പോയി പ്രാക്ടീസ് പോടാന്ന് പറയും. ഇവന്മാരൊരു സംഭവം തന്നെ, രണ്ടുപേരും കട്ടക്കാണ്.
സത്യം പറഞ്ഞാൽ ചിക്കൻ ബോസ് അടിച്ച് കിടക്കുക എന്നുള്ള യാതൊരു ബോധമില്ലാത്ത രണ്ടേട്ടം ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന. അന്ന് വൈകിട്ടാണെങ്കിൽ നമ്മുടെ എക്കാണെങ്കിൽ ഡൂവിനും കൂടെ ഉള്ള ഫുഡ് ആയിട്ട് വരും. രണ്ടുപേരും കൂടി ഇരുന്നിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഡൂ ചോദിക്കും എങ്ങനെയുണ്ട് പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ എനിക്ക് പറയും പ്രാക്ടീസ് ഒക്കെ എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നത്, പക്ഷെ നീ ഇല്ലാത്തൊരു കുറവുണ്ട്, നീ ഇല്ലാത്തതുകൊണ്ട് തന്നെ കോച്ചാണെങ്കിൽ എന്നെ വറുത്തെടുത്തോണ്ടിരിക്കുകയാണെന്ന് പറയും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ മാച്ചിനെ കുറിച്ച് ഓർക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയുണ്ട് എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ഡു പറയും നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, എനിക്ക് ഞാൻ എല്ലാം പറഞ്ഞു തരാം, നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് ഇവനെ സമാധാനിപ്പിക്കും. ഇവനിങ്ങനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് കേട്ടാൽ നമ്മുടെ എക്കിന് ഭയങ്കര ഹാപ്പി ആയിട്ട് എക്ക് ചിരിക്കും. എക്ക് ചിരിക്കുന്നത് ഒരുമാതിരി ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നമ്മൾ ഡു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അന്ന് രാത്രി ആകുമ്പോൾ പതിവ് പോലെ എക്ക് ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുക. ഇത് കണ്ടത് കൊണ്ട് തന്നെ ഡു പറയും ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് പോയി കിടക്കടാന്ന് പറയും. ഉടനെ എക്ക് പറയും ഞാൻ ഒരേ ഒരു റൗണ്ട് കൂടെ കളിച്ചിട്ട് ഫോൺ തരാന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ കളിച്ചിട്ട് ഫോൺ കൊണ്ട് കൊടുക്കും. എടുത്തിട്ട് പെട്ടിന്ന് എഴുന്നേറ്റ് അടുത്ത് വന്നിട്ട് പറയും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പറയും ഉമ്മ എന്ന് പറയണ ഇങ്ങനെ കാറ്റിക്കൂടെ, അതായത് വായുവിൽ കൂടെ ഒരു കിസ്സ കൊടുക്കും. ഇത് കണ്ടത് നമ്മുടെ ഡൂവിന് ഭയങ്കര നാണായിട്ട് പറയും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവന് ഉമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ഷൻ കാണിക്കും. എക്കൊണ്ടനെ വന്ന് കിടക്കും. ഡൂവാണെങ്കിൽ പെട്ടി കിടന്നിട്ട് എക്കിനെ നോക്കി കിടക്കുവാണ്. എക്ക് തിരിച്ച് ഡൂവിനെ നോക്കി കിടന്നിട്ട് അവിടുന്ന് തന്നെ ഗുഡ് നൈറ്റ് ഉമ്മ, വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് ഗുഡ് നൈറ്റ് ഉമ്മ. എന്ത് വേടാ അങ്ങോട്ടും ഇങ്ങോട്ടും, എന്തായാലും ചിക്കൻ ബോസൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങോട്ട് കൊടുക്കുക ഗോപാലട്ടാ. അല്ല പിന്നെ നമ്മളെങ്കിലും ഒന്ന് സന്തോഷിക്കത്തില്ല ഇവന്മാരൊരു കാര്യം. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങും. പാതിരാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ഡൂവിനാണ് ചിക്കൻ ബോസ് അല്ല ഈ കുരുവെല്ലാം ചൊറിഞ്ഞ് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഇവൻ എഴുന്നേറ്റ് പുറമൊക്കെ ഇങ്ങനെ മാന്താനൊക്കെ ഉള്ളൊരു ശ്രമത്തിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇത് കണ്ടിട്ട് എക്ക് എഴുന്നേറ്റ് നേരെ ബെഡി വന്നിരിക്കും. നേരെ ബെഡി വന്നിരുന്നിട്ട് പറയും കുരുവിലൊന്നും കൈ കൊണ്ട് മാന്തില്ല, മാന്തി കഴിഞ്ഞാൽ ബ്ലാക്ക് പാട് വീഴും, അത് പിന്നെ പോകത്തേ ഇല്ല, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയും. ഇത് കേട്ടതും ഡൂ ഉണ്ണേനെ നോക്കും. ഉണ്ണേനെ പറയും എനിക്ക് നിനക്ക് ചൊറിഞ്ഞു തരാനൊന്നും പറ്റത്തില്ല, പക്ഷെ ഞാൻ വേണേ നിനക്ക് ഊതിത്തരാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഡൂ ഒന്നും മിണ്ടത്തില്ല, മൗനം സമ്മതം എന്നുള്ള രീതിയിൽ നമ്മുടെ എക്കെന്ത് ചെയ്യും എഴുന്നേറ്റ് പുറകെ വന്ന് ഇരുന്നിട്ട് പതുക്കെ ബനിയം പൊക്കും. ഇവനങ്ങോട്ട് ബനിയം പൊക്കുമ്പോ തൊട്ടേ നമ്മുടെ ഡൂവിന്റെ മുഖ ഷേപ്പൊക്കെ അങ്ങോട്ട് മാറും. എക്കെന്തെയും പുറത്തുള്ള ഓരോ കുരുവിലും ഇങ്ങനെ ഊതി കൊടുത്തോണ്ടിരിക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഡൂ ആണെങ്കിൽ ഇവിടെ കഷ്ടപ്പെട്ടോണ്ടിരിക്കുക. ചെറുക്കന്റെ മുഖമൊക്കെ മാറി ചെറുക്കൻ വേറെ മൂഡിലായിക്കൊണ്ടിരിക്കുക. ഉടനെ എക്കെന്തെടുക്കും ഇങ്ങനെ ഊതിയിട്ട് പതുക്കെ നമ്മുടെ ഡൂവിന് ക്ലോസ് ആയി വന്ന് ചെവിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെവിയിൽ ഊതും. ഒന്നാമത് ചെറുക്കൻ കൺട്രോൾ പൊട്ടിയിരിക്കും. അപ്പൊ ചെവിയിലും കൂടെ ഊതുമ്പോ പറയണോ പതുക്കെ ഇങ്ങനെ മുഖം ഇങ്ങോട്ട് തിരിക്കും. ഈ ഒരു ഷോട്ടിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയാതിരിക്കാൻ പറ്റില്ല, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, നല്ലൊരു ഫീൽ ആയിരുന്നു നമുക്ക്. എന്നിട്ട് ഇങ്ങനെ അടുത്ത് വന്നതും ഉടനെ ഡൂ തന്നെ പറയും എനിക്ക് ഇതിനെക്കാട്ടി അപ്പുറം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. എക്കപ്പോഴേക്കും ഒരു ഒരു സ്വരത്തിൽ നമ്മൾ ഈ ഭാര്യ ഭർത്താവൊക്കെ റൂമിൽ രഹസ്യമായിട്ട് സംസാരിക്കത്തില്ല, ആ ഒരു സൗണ്ടിൽ എനിക്കതങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ആ സൗണ്ടിൽ ഇങ്ങനെ പറയും ഞാനെന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകട്ടെ എന്ന് പറയും. രണ്ടുപേരും കൂടെ ഓൾമോസ്റ്റ് കിസ് ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഡൂ എന്ത് ചെയ്യും ഇവനെ തട്ടി മാറ്റിട്ട് പറയും നീ എന്തുവാ കാണിക്കുന്നത്, നീ നേരെ ബാത്റൂമിലോട്ട് പൊക്കോന്ന് പറയും. ഇത് കേട്ടത് നമ്മുടെ എക്കെ എഴുന്നേറ്റ് അങ്ങ് ബാത്റൂമിലോട്ട് പോകും. പിള്ളേർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇവൻ പുറകോട്ട് മാറിയപ്പോഴേ മനസ്സിലായി ഇനിയൊന്നും നടക്കത്തില്ല എന്ന്. അതുകൊണ്ട് നീ നേരെ ബാത്റൂമിലോട്ട് വിട്ടോളാൻ പറയും. എനിക്ക് ഇവന്മാർ ഓരോ ദിവസവും വരുന്ന അനുസരിച്ച് എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്, ഇവന്മാർ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സത്യത്തിൽ എന്തുവാണ്, ഇവര് തമ്മിൽ ഫീലിങ്സ് പറഞ്ഞിട്ടില്ല, ഇവര് കപ്പിൾസ് അല്ല, ഇവര് മാരേജ് ചെയ്തിട്ടില്ല, പിന്നെ നമ്മളെ മാരേജ് ചെയ്യാതെ തന്നെ നമുക്ക് ഒന്നിച്ച് താമസിക്കാമല്ലോ, വേണ്ടെന്ന് പറയാൻ പറ്റിട്ടോ അതിന്റെ പേരെന്താണ് ഞാൻ മറന്നുപോയി, അങ്ങനത്തെ കപ്പിൾസും അല്ല ഇവര്. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതെല്ലാം പോട്ടെ, വൺ നൈറ്റ് സ്റ്റാൻഡ് പോലും അല്ല. ഇവന്മാര് പിന്നെ എന്താണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത്, ഇവന്മാര് പുതിയ എന്തോ ഒരു തിയറി കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിള്ളേർ ആ തിയറിയുടെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കിടന്നുറങ്ങും. പാതിരാത്രി ആകുമ്പോഴേക്കും അലാറം അടിക്കും. എക്കൊണ്ടേനെ ചാടി എഴുന്നേറ്റ് ഡൂവിന്റെ അടുത്ത് വന്നിട്ട് ഡൂ എഴുന്നേക്ക്, നിനക്ക് കുളി കഴിക്കാൻ സമയമായെന്ന് പറയും. ഡൂ എഴുന്നേക്കത്തൊന്നുമില്ല, അവന് ശരീരത്തിന് ഭയങ്കര ക്ഷീണമല്ലേ. അപ്പൊ ഇവൻ തന്നെ ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് നേരെ പോയി കിടക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അലാറം അടിക്കും അടുത്ത ഗുളികയുടെ. ഉടനെ ഇവൻ എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും ഇവന് ഗുളികയൊക്കെ കൊടുത്തിട്ട് നേരെ ഇവന്റെ കട്ടിന്റെ താഴെ തന്നെ കിടന്ന് ഇവനിങ്ങനെ ഉറങ്ങും. ഇവന്റെ കൈ പിടിച്ച് ഇവനിങ്ങനെ കിടന്നുറങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡൂ കണ്ണുറന്ന് നോക്കുമ്പോഴേക്കും എക്കിങ്ങനെ കിടന്നുറങ്ങുന്ന കാണുമ്പോൾ ഇവന് ഭയങ്കര ഹാപ്പി ആയിട്ട് എക്കിന്റെ തലയൊക്കെ ഇങ്ങനെ ഓതി കൊടുത്ത് എക്കിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേഴ്സ് നമ്മുടെ എക്കാനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഡൂവിന്റെ കാര്യം അറിയാലോ, അവന് ഒരു പണിയില്ല, ഉടനെ തന്നെ വീഡിയോ കോൾ ചെയ്യും. ഉടനെ എക്ക് കോൾ എടുത്തിട്ട് ചോദിക്കും പറയുമെന്ന് പറയും. ഉടനെ തന്നെ ഡൂ പറയും നീ എവിടെയാണെന്ന് ചോദിക്കും. ഇത് കേട്ടത് എക്ക് ഉടനെ ചിരിച്ചിട്ട് തമാശ രീതി പറയും ഞാൻ നിന്റെ ഹാർട്ടിലല്ലേ എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ നമ്മുടെ ഡൂ ഉണ്ടെന്ന് പറയും നീ സീരിയസ് ആയിട്ട് പറഞ്ഞ നീ എവിടെ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. ഉടനെ എക്കിന് ദേഷ്യമായിട്ട് ഉടനെ എക്ക് ദേഷ്യം വന്ന പോലെ ഇങ്ങനെ അഭിനയിക്കും. അതെന്താ ഞാൻ നിന്റെ ഹാർട്ടിലില്ലേ അപ്പം നോക്കും. അപ്പോഴേക്കും നമ്മുടെ ഡൂ ഒന്നും പറയത്തില്ല, നിനക്കിപ്പോ
എന്താ വേണ്ടത്, നീ മര്യാദയ്ക്ക് പോയി പ്രാക്ടീസ് ചെയ്യുമെന്ന് പറയും. ഉടനെ നെക്ക് പിന്നെയും ദേഷ്യം വരുന്ന രീതി, നീ ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ, ഞാൻ നിന്റെ ഹാർട്ടിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ചിരിച്ചിട്ട് നമ്മുടെ ഉണ്ട്, എന്താ മതിയോ, സമാധാനമായോ, ഇനി പോയി പ്രാക്ടീസ് ചെയ്യാമല്ലേ എന്ന് പറയും. ഇത് കേട്ടത് എക്കിന് ഭയങ്കര ഹാപ്പി ആയിട്ട് ചേച്ചി ശരി ബായ് എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പ്രാക്ടീസ് ചെയ്യാൻ പോകും. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ എക്ക് എന്നത്തെ പോലെ പ്രാക്ടീസ് ആക്കി കഴിഞ്ഞ് ഡൂവിന് ഫുഡായിട്ട് റൂമിൽ ചെല്ലും. രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുക. എക്കാണെങ്കിൽ ഫുഡ് എടുത്ത് കഴിച്ചോണ്ടിരിക്കുക, ഡൂ ആണ് ഫുഡ് കഴിക്കാതെ. കുഞ്ഞു പിള്ളേർ വാശി പിടിച്ചിരിക്കത്തില്ല, അതുപോലെ മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചോണ്ടിരിക്കുക. ഇത് കണ്ടത് കൊണ്ട് തന്നെ എക്ക് വയ്ക്കും, എന്ത് പറ്റി, നീ ഓക്കെ അല്ലേന്ന് ചോദിക്കും. ഉടനെ ഡൂ പറയും, ഞാൻ ഓക്കെ ഒന്നും അല്ല, എനിക്ക് ഫുഡ് കഴിക്കാനേ തോന്നുന്നില്ല, എനിക്ക് എല്ലാം ബോറടിക്കുന്നു, എനിക്കും എല്ലാരെ പോലെ പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹം, പുറത്ത് പോയി കഴിക്കണമെന്ന് പറയും. ഇത് കേട്ടത് ഉടനെ കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയും, അതിനെന്താ ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറയും. ഇത് കേട്ടത് ഡൂവിന് ഭയങ്കര സന്തോഷമാണ്. നോക്കുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും ഏതോ പുറത്തൊരു സ്ഥലത്ത് വന്ന് പാത്രത്തിന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഡൂവിനാണ് ഭയങ്കര പേടിയിട്ട് പറയും, ഞാൻ തന്നെ ഒരു കോച്ചാ, ഞാൻ തന്നെ ഇങ്ങനെ നിയമമൊക്കെ തെറ്റിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നതെന്ന് പറയും. ഇത് കേട്ടത് എക്ക് പറയും, നീ പേടിക്കൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ അകത്ത് പോകാം, ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയും. ഇങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ കാണിക്കുന്ന രണ്ടുപേരും കൂടെ പുറത്തൊരു മതില് പോലുള്ള സ്ഥലത്ത് വന്നിരുന്ന് ആകാശത്തെ ഭംഗിയൊക്കെ കണ്ടോണ്ടിരിക്കുന്നുള്ള സൂപ്പർ സീനാണിത്. നൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരാളുമായിട്ട് പുറത്ത് ആകാശമൊക്കെ നോക്കിയിരിക്കുക അല്ലെ. ഇതൊക്കെ നമ്മളിങ്ങനെ ലൈനൊക്കെ അടിച്ച് നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നമുക്ക് അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നതല്ലാതെ ജീവിതത്തിൽ നിന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡ്രാമയിലൊക്കെ കണ്ടെങ്കിലും സമാധാനിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പുറത്തു വന്നിരിക്കുമല്ലേ, കാറ്റൊക്കെ അടിക്കുമ്പോഴേക്കും നമ്മുടെ ഡൂവിന് ഭയങ്കരമായിട്ട് തണുക്കും. ഉടനെയൊക്കെ വയ്ക്കും, എന്താ നീ വിറയ്ക്കുന്നത്, നിനക്ക് തണുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവന്റെ കോട്ടൂരി പുതപ്പിക്കും. പുതപ്പിച്ചിട്ട് പറയും, പിന്നെ ഷർട്ടൂരി ഞാൻ നിനക്ക് തന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര തണുപ്പ്, അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിന്നെ ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ചെറുക്കിനെ പുറയുന്ന ഹഗ് ചെയ്യും. ഇതേക്കുമ്പോൾ ഡൂ പറയും ശരിയെന്ന് പറയും. കുറച്ചേരം അങ്ങനെയൊക്കെ ഒന്ന് വർത്താനം പറയുമ്പോൾ നമ്മുടെ എക്കിനത് പോരാ. ഉടനെ തന്നെ ചോദിക്കും, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് വയറിൽ കൂടെ കൈയിട്ട് മുറുക്കാൻ കെട്ടിപ്പിടിക്കും. അങ്ങനെ രണ്ടുപേരും കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തിട്ട് രണ്ടുപേരും കൂടെ ആടിയാടി റൂമിൽ വന്ന് നോക്കുമ്പോ റൂമിൽ കോച്ചിരിക്കുന്നു. കോച്ചിനെ കണ്ടത് രണ്ടുപേരും ഷോക്കാവും. ഉടനെ കോച്ച് ദേഷ്യത്തിൽ ചോദിക്കും, എവിടെ പോയി രണ്ടുപേരും കൂടെ ജയിക്കും. ഇത് കേട്ട രണ്ടുപേരും പേടിച്ച് പതുങ്ങി പിള്ളേരെ പോലെ പതുക്കെ നടന്നു വന്ന് മുട്ടിക്കുത്തിയിരിക്കും. ഉടനെ കോച്ച് പറയും, ഒന്നെങ്കിൽ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ട് മൊത്തം പ്രശ്നം ഉണ്ടാക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാലോ റൂൾസ് ഒന്നും നോക്കാതെ രണ്ടുപേരും കൂടെ കറങ്ങി നടക്കും, രണ്ടുപേരും കൂടെ എവിടെ പോയായിരുന്നു എന്ന്. എന്നിട്ട് നേരെ ഡൂവിനെ നോക്കിയിട്ട് പറയും, നീ ഒരു കോച്ചാകാൻ വേണ്ടി നടക്കുമല്ലോ, ആ നീ തന്നെ ഇങ്ങനെ റൂൾസ് ഒക്കെ ബഹുമാനിക്കാതെ ഇങ്ങനെ നടന്നാ നിന്നെ കണ്ട് മറ്റുള്ള പിള്ളേർ എങ്ങനെ പഠിക്കുമെന്ന് ചോദിക്കും. ഇങ്ങനെ ഡൂവിനെ കോച്ച് വഴക്ക് പറയുന്ന കേൾക്കുമ്പോ എക്കിന് സഹിക്കോ, ഒട്ടനെ ചാടിക്കയറി പറയും, ഡൂവിനൊന്നും പറയണ്ട, എല്ലാ തെറ്റും ഞാനാ ചെയ്തത്, ഞാനാണ് ഡൂവിനെ വിളിച്ചോണ്ട് പോയത്, എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നാ മതി എന്ന് പറയും. ഇത് കേട്ടതുകൊണ്ട് കൊച്ചു, ഓഹോ നീയാണ് വിളിച്ചോണ്ട് പോയത്, അന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇനി ഇങ്ങനെ നിയമമൊന്നും ലംഘിച്ചെങ്ങും പോകത്തില്ല, അഥവാ പോയാൽ തന്നെ എന്റെ കോച്ചിനെ വിളിച്ചോണ്ട് പോകത്തില്ല, ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 100 തവണ എംപോസിഷൻ എഴുതിത്താ, നിനക്കൊരു 100 തവണ, നിന്റെ കോച്ചിന് ഒരു 100 തവണ, അങ്ങനെ 200 തവണ എഴുതി തരാൻ പറയും. ഇത് കേട്ടതും ഉടനെ എനിക്ക് പറയും, ഓ ഇത് ചെറിയ കാര്യമല്ല, നിസ്സാരമല്ലേ ഉള്ളു, എന്തിനാ 200 തവണ, വേണം 300 തവണ വരെ ഞാൻ എഴുതി തരാന്ന് പറയും. ഇത് കേട്ടാൽ കൊച്ചു, ഓഹോ അത്ര എളുപ്പമാണ്, അന്നാ ഒരു കാര്യം ചെയ്യും, 300 തവണ എഴുതി തന്നേക്കാം, അതും രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്ക് എഴുതിക്കൊണ്ട് തരണം, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് കോച്ചങ്ങ് പോവും. കോച്ച് അങ്ങോട്ട് പോയത് രണ്ടുപേർക്കും സമാധാനം ഓന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ ഡൂ പറയും, നീ എന്തുവായി പറഞ്ഞത്, ഇപ്പൊ 300 തവണ എഴുതണ്ടേന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ സമാധാനമായിട്ട് തറയെ തന്നെ അങ്ങിരിക്കും. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്ന രണ്ടുപേരും കൂടി എംപോസിഷൻ എഴുതുവാണ്. ഉടനെ നമ്മുടെ ഡൂ പറയും, ഇപ്പൊ 1 മണിക്കൂറായി, ഇത്ര നേരമായിട്ട് 100 എണ്ണം എഴുതിയുള്ളൂ എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ എനിക്ക് ഭയങ്കര ഷോക്കായിട്ട് പറയും, ഒത്തിരി എഴുതിയ പോലെ ഉണ്ടല്ലോ, ഞാനാണോ വെറുതെ വാഗൊണ്ട് പറഞ്ഞ് പണി മേടിച്ചതെന്ന് വെക്കും. എന്നിട്ട് പറയും, പിന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ, ഇനിയിപ്പോ എഴുതി കാണിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോ എനിക്ക് പറയാം, എന്നാ ഒരു കാര്യം ചെയ്യും, നീ പോയി എനിക്ക് കോഫി എടുത്തോണ്ട് വന്ന് പറയും. ഉടനെ ഭയങ്കര സ്നേഹമായിട്ട് നമ്മുടെ ഡൂ എഴുന്നേറ്റ് പോയി കോഫിയൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ഡൂ പറയും, ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. ഉടനെ എനിക്ക് പറയും, വേണ്ട വേണ്ട, എങ്ങാനും കോച്ച് കണ്ടുപിടിച്ചാലോ, പിന്നെ എന്ത് കണ്ടുപിടിക്കാനാ, നിന്റെ അക്ഷരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി കഴിഞ്ഞ പോലെ ഉണ്ട്, ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ട് എഴുതാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ എഴുതി ഒരു പരുവത്തിന് 300 തവണ എഴുതിയിട്ട് പറയും, എഴുതി സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഉടനെ ഡൂ പറയും, പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി കോച്ചിനെ കാണിക്കുമെന്ന് പറയും. അങ്ങനെ എക്കെന്തെടുക്കും, എഴുതിയ എംപോസിഷൻ പേപ്പർ എല്ലാം കൂടെ അടുക്കി നേരെ നമ്മുടെ കോച്ചിന്റെ അടുത്ത് ചെല്ലും. ഇവനിങ്ങനെ എഴുതിക്കൊണ്ട് വരുന്ന കാണുമ്പോൾ കോച്ചിന് ഭയങ്കര ഹാപ്പി ആയിട്ട് വാങ്ങിയെല്ലാം നോക്കിയിട്ട് പറയും, ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയും, എനിക്ക് മനസ്സിലായി, ടൈം ഭയങ്കര പ്രധാനമാണ്, നമ്മൾ ചുമ്മാ അലസമായി നടക്കാതെ ടൈം മാക്സിമം യൂസ് ചെയ്യുക, എപ്പോഴും ഗെയിമിലും പ്രാക്ടീസിലും ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്, അതല്ലേ നോക്കും. പിന്നെ കോച്ച് പറയും, എടുക്കണമെന്ന് പറയും. ഇത് കേട്ടതും ഭയങ്കര ഹാപ്പി ആയിട്ട് എക്കോണേക്കും, ഞാൻ സാറിന് ഒന്ന് ഹഗ് ചെയ്തോട്ടെ നിൽക്കും. കോച്ചൊന്ന് ഷോക്കാവും, എന്ത്, ഞാനും ഷോക്കായി, ഇതെന്തുവാടെ, ഇത് വേറെ വല്ല വഴിക്കും പോകും. ഉടനെ എന്നെ കോച്ച് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും അവിടെ ഒക്കെ എന്ത് ചെയ്യും, നേരെ ഇന്ന് ഹഗ് ചെയ്യും, ഒരു ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഉടനെ കുറെ നേരം ആകുമ്പോ ഉടനെ കോച്ചറും മതി മതി എന്ന് പറയും. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ എക്കിന് മത്സരമുള്ള ദിവസമാവും. എക്ക് റൂമിൽ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത് കണ്ടിട്ട് ഡൂ എന്ത് ചെയ്യുന്നു, സമാധാനിപ്പിക്കാന്ന് വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉടനെ കുറെ എന്റെ അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് പറയും. ഇത് കേട്ടത് ഡൂ ഉടനെ എഴുന്നേറ്റ് വന്ന് അവനെ ഹഗ് ചെയ്തിട്ട് പറയും, ഞാൻ നിന്നെ ഹഗ് ചെയ്യുന്നത് നിന്റെ അച്ഛനെ ഹഗ് ചെയ്യുന്ന പോലെ അല്ലെങ്കിലും ഞാനൊരു ബോക്സർ അല്ല, അത് മാത്രമല്ല ഞാനിപ്പോ നിന്റെ കോച്ചായിട്ട് ഇരിക്കുമല്ലോ, ഞാൻ
എപ്പോഴും നിന്നെ ചെയർ ചെയ്യും, നീ പോയി നന്നായിട്ട് വന്ന് പറയും. ഇത് കേട്ടത് ഉടനെ നമ്മുടെ എക്ക് പറയും, നീ എന്റെ ഫാദർ അല്ലാതെ ശരിയാ, പക്ഷെ നീയാണിപ്പോ എന്റെ ഗോഡ് ഫാദർ, താങ്ക് യു എന്ന് പറയും. ഇങ്ങനെ വർത്താനം പറഞ്ഞ് രണ്ടുപേരും പതുക്കെ അങ്ങ് ക്ലോസ് ആയി വന്നോണ്ടിരിക്കുക. നമ്മളാണ് ഭയങ്കര ആകാംക്ഷയിലിരിക്കുക, കാരണം രണ്ടുപേരും തമ്മിലുള്ള ഗ്യാപ്പ് അങ്ങ് കുറയല്ലേ. വല്ല മുത്തമോ കിത്തമോ കൊടുത്താൽ കാണാലോ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ എക്ക് എന്ത് ചെയ്യും, ഡൂവിന്റെ നെറ്റിയിൽ കിസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഉടനെ ഡൂ പറയും, ശരി നീ പോ, മാച്ചിന് സമയമായി, താമസിക്കേണ്ട, നീ പോന്ന് പറയും. ഉടനെ എക്കിന് ഭയങ്കര പവറായി, നേരത്തെ പോലെ ടെൻഷൻ ഒന്നുമില്ല. പതുക്കെ നടന്നിട്ട് തിരിഞ്ഞു നോക്കി ചിരിച്ചിട്ട് അവൻ പോവും. ഇവിടെ നേരെ സിംഗട്ട് ചെയ്ത് കാണിക്കുന്നത് അന്ന് രാത്രിയാണ്. എക്ക് മാച്ച് കഴിഞ്ഞ് ഇതുവരെ റൂമിൽ വന്നിട്ടില്ല. ഡൂ ആണ് ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ, നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് ചെറുക്കൻ ഫോൺ എടുത്ത് കോൾ ചെയ്യും. എക്ക് പെട്ടെന്ന് തന്നെ കോൾ എടുത്തിട്ട് പറയും, ഞാൻ ഇവിടെ ബാൽക്കണിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. ഡൂവിനാണ് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല, കേക്കെന്ന് പറയും. പിന്നെ ഇത്ര നേരമായിട്ട് അവൻ റൂമിലോട്ട് വരാത്തോണ്ട് എന്താ അവൻ റൂമിൽ വരാത്തിന്, മാച്ച് തോറ്റുകാണെന്ന് ഓർത്തിട്ട് ഇവൻ ഓക്കെ ശരിയെന്നാ നമുക്ക് തന്നെ പോയി നോക്കാന്നും പറഞ്ഞ് നേരെ ഓടി നമ്മുടെ എക്ക് നിൽക്കുന്നിടത്തോട്ട് ചെല്ലും. എക്കാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഭയങ്കര ശോകമായിട്ട്, അതന്നെ അവന്റെ മുഖത്തെല്ലാം നിറയെ ഇടികൊണ്ട പാടൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ ഡൂ വിചാരിക്കും ഇവൻ ജയിച്ചിട്ടില്ല, അതുകൊണ്ട് സങ്കടപ്പെട്ടായിരിക്കും റൂമിൽ വരാത്തത് എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പറയും, ഞാനൊരു നല്ല കോച്ചല്ലേ, ഇന്ന് നന്നായി ഞാൻ പഠിപ്പിച്ചില്ലല്ലേ, സോറി എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ നമ്മുടെ എക്ക് പറയും, നീ നല്ലൊരു കോച്ച് തന്നെയാണെന്ന് പറയും. ഉടനെ ഡൂ പറയും, ഞാൻ നല്ലൊരു കോച്ചാണെന്ന് നീ എങ്ങനെയാ പറയുന്നത്, ഞാൻ നല്ല കോച്ചാണെങ്കിൽ നീ എങ്ങനെ മാച്ചിൽ തോക്കുമെന്ന് പറയും. ഇത് കേട്ടത് ഉടനെ എക്ക് പറയും, ഞാൻ തോറ്റെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. ഉടനെ ഡൂ ഭയങ്കര ഷോക്കായിട്ട് ചോദിക്കും, നീ എന്താ ഉദ്ദേശിക്കുന്നത്, നീ ഇപ്പൊ ജയിച്ചോന്ന് ചോദിക്കും. ഉടനെ പറയാം, ഞാൻ ജയിച്ചെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഡൂവിന് ഭയങ്കര ഹാപ്പി ആവും. പക്ഷെ നമ്മുടെ എക്കിനൊരു ഹാപ്പി ഇല്ല. ഇത് കണ്ടിട്ട് ഉടനെ ഡൂ ചോദിക്കും, സത്യമായിട്ട് നീ ജയിച്ചെങ്കിൽ എന്താ, വിൻ ചെയ്തെങ്കിൽ എന്താ, നിന്റെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ലാത്തതെന്ന് ചോദിക്കും. ഉടനെ എനിക്ക് പറയും, ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലിരിക്കുക, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ അടുത്തായിട്ട് ഒരാളോട് വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ സത്യത്തിൽ നടക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. ഇത് കേട്ടതും നമ്മുടെ ഡൂവിന്റെ മുഖമൊക്കെ അങ്ങ് മാറും. ഇവൻ ആരോടാണ് ഫീലിങ്സ് എന്താണുള്ളതെന്നൊന്നും അറിയില്ലല്ലോ. ഇവൻ ഉടനെ പറയും, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും, കാരണം എനിക്കും അങ്ങനെ ഫീലിങ്സ് തോന്നിയിട്ടുണ്ട് എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ എക്കിന്റെ മുഖം ഷോക്കാവും. നിനക്ക് ഫീലിങ്സ് തോന്നിട്ടുണ്ടോ, നിനക്ക് ആരോടാ ഫീലിങ്സ് തോന്നിയിട്ടുള്ളത് എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ഡൂ പറയും, എനിക്ക് ആരോടാ ഫീലിങ്സ് ഉള്ളതെന്ന് നീ അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നടന്നു പോകും. എക്കിനാണ് ഭയങ്കര ടെൻഷൻ, ഇനി വേറെ ആരോടെങ്കിലും ആണ് ഇവന് ഫീലിങ്സ് ഉള്ളത്. ഉടനെ വിളിക്കും, ഡൂ എന്ന് വിളിക്കും. ഉടനെ ഡൂ അവിടെ നിൽക്കുമ്പോൾ നടന്നങ്ങോട്ട് എന്നിട്ട് പുറകെ നിന്നിട്ട് ചോദിക്കും, പറ നിനക്ക് ആരോടാ ഫീലിങ്സ് ഉള്ളത്, അതാരാണെന്ന് എന്നോട് പറയുമെന്ന് പറയും. ഇത് കേട്ടതും ഡൂവിനാണെങ്കിൽ സങ്കടമുണ്ട്, ഇവരോട് പറയണമെന്നുണ്ട്. എന്നിട്ട് ഡൂ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ട് പറയും, എനിക്ക് ഇഷ്ടമുള്ള ആളെപ്പോഴും പിള്ളേർ കിട്ടുന്ന വാച്ച് കൈ കെട്ടിക്കൊണ്ട് നടക്കും, എപ്പോഴും ഡെയിലി എന്നോട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എക്കിന് മനസ്സിലാവും എക്കിനെയാണ് ഇവൻ പറയുന്നത്. പക്ഷെ ഷോക്കായിട്ട് യാതൊരു റിയാക്ഷനും ഇല്ലാത്ത മുഖത്തില്ലാതെ ഇങ്ങനെ നിൽക്കുക. ഇവനിങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ ഡൂ വിചാരിക്കും, ഇവന് നമ്മുടെ അടുത്തല്ല വേറെ ആരോടത്തോ ആണ് ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പറയും, സോറി ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം, നീ ഇത് മറന്നു കളഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് ഇവൻ സങ്കടപ്പെട്ട് അങ്ങോട്ട് നടന്നു പോകും. ഡൂവിനെ കാണണം, കരഞ്ഞ് ഇപ്പം കണ്ണെല്ലാം നിറഞ്ഞിങ്ങനെ നിൽക്കുക. ഡൂ അങ്ങോട്ട് പോയത് ഉടനെ നിക്ക് പുറകെ വിളിക്കും, ഡൂ അവിടെ നിൽക്കുമെന്ന് പറയും. ഉടനെ ഡൂ അവിടെ നിൽക്കും. ഓടി വന്ന് പുറകെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എനിക്ക് ആരോടാ ഫീലിങ്സ് ഉള്ളതെന്ന് നിനക്കറിയണ്ടേ, അവൻ കാരണം എനിക്കിപ്പോ ചിക്കൻ പോസ് വന്നത് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഡൂവിന് മനസ്സിലാവും, ആഹാ ജഗ അവൻ പറയുന്നത് എന്നെയാണെന്ന് മനസ്സിലാവും. ഭയങ്കര ഹാപ്പി ആയിട്ട് തിന്നിട്ട് പറയും, നിനക്കിപ്പോ ചിക്കൻ പോസ് വന്നാൽ എന്താ, നീ എന്നെ എങ്ങനെയാണ് നോക്കിയത്, അതുപോലെ തന്നെ ഞാൻ നിന്നെ നല്ലപോലെ നോക്കുമെന്ന് പറയും. ഇത് കേട്ടതുകൊണ്ട് എനിക്ക് വെക്കും, നോക്കാനായിട്ട് നീ കോച്ചല്ല, അല്ലാതെ ഡോക്ടർ ഒന്നും അല്ലല്ലോ എന്ന് പറയും. ഉടനെ ചിരിച്ചിട്ട് നമ്മുടെ ഡൂ അടുത്ത് വന്ന് ഹഗിയിട്ട് പറയും, ഞാൻ ഡോക്ടറൊന്നും അല്ല, പക്ഷെ നിന്നെ എങ്ങനെ മരിക്കേണ്ടതെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയും. ഇത് കേട്ടത് എക്കൊണ്ടെന്ന് ചുമ്മാ തമാശയ്ക്ക് വെക്കും, ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് എങ്ങനെ സംഭവം ചെയ്താലോ എന്ന് ചോദിക്കും. അങ്ങനെ വേണം മിടുക്കൻ, അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചടപടിയെന്നായിക്കോട്ടെ. ഇവനിങ്ങനെ ചോദിച്ചത് വല്ല അത്ഭുതമൊന്നും ഇല്ല, കാരണം ചിക്കൻ ബോസ് വന്നപ്പോഴും കപ്പിളും അല്ലാത്തപ്പോ പോലും അവൻ വെറുതെ വിട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഇപ്പം പരസ്പര ഫീലിങ്സ് ഉണ്ടോ എന്ന് അറിയുമ്പോൾ അവൻ വിടുവോ. ഇത് കേട്ടത് കൊണ്ട് തന്നെ ഡൂ ഇങ്ങനെ ചിരിച്ചിട്ട് പറയും, നമ്മളിപ്പോ ഫീലിങ്സ് പറഞ്ഞതേ ഉള്ളൂ, അതിനു മുമ്പ് നിനക്കെന്താ ഇത്ര തീർത്തിന്നേക്കും. ഉടനെയൊക്കെ പറയും, നമ്മളതിന് ബോയ് ഫ്രണ്ട്സ് ആയില്ലല്ലോ, ഞാൻ അതിന് സമ്മതിച്ചില്ലല്ലോ എന്ന് പറയും. ഉടനെ ഡൂ അടുത്ത് വന്നിട്ട് ഹഗ് ചെയ്തിട്ട് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാവോ എന്ന് ചോദിക്കാൻ വരുമ്പോഴും നമ്മുടെ എക്കെന്തെയും ചാടിക്കറിക്ക് സേഫ്. ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല, കാരണം രണ്ടുപേർക്കും ചിക്കൻ പോസ് ഉണ്ട്. അങ്ങനെ പിള്ളേർ ഒരു വഴിക്ക് സെറ്റായി. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സെറ്റായ പോലെ തോന്നത്തില്ലേ, കാരണം ഓരോരുത്തരുടെ സ്റ്റോറി പറയുന്നതുകൊണ്ടാണ്, വലിച്ചു നീട്ടമൊന്നും ഇല്ല, എല്ലാരും ഒന്നിച്ച് പറയുന്നത് കൊണ്ട് പെട്ടെന്ന് എല്ലാ കപ്പിളും സെറ്റ് ആവും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന രണ്ടുപേരും കൂടെ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയാണ്. എക്ക് വെള്ളത്തിൽ കിടക്കുന്ന ഡൂ ആണ് മോള് ഇങ്ങനെ ഇരിക്കുന്നത്. ഉടനെ ഡൂ ചോദിക്കും, നിന്റെ മുഖത്തെ പാടൊന്നും മാറിയില്ലല്ലോ, അതൊക്കെ മാറാൻ വേണ്ടി ഇന്ന് രാത്രി ഞാൻ നല്ലൊരു മെഡിസിൻ തരട്ടെ എന്ന് ഭയങ്കര നോട്ടിയായിട്ട് ചോദിക്കും.
ഇത് കേട്ടത് എക്ക് ചിരിച്ചിട്ട് പറയും, നീ ഇതിനു മുമ്പ് ബോയ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഡു പറയും ഇല്ലാന്ന് പറയും. ഉടനേക്ക് പറയും, ഓ അത് സാരമില്ല, ഇന്നനായിട്ട് ഞാൻ നിന്നെ എല്ലാം പഠിപ്പിച്ചു തരാന്ന് പറയും. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര ഹാപ്പി അല്ലേ, പിള്ളേർ വേറെ ലെവലാണ്. നൈറ്റ് എങ്ങനെയെങ്കിലും ആകണമെന്ന് വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. എന്ത് പറയാനാ, ഞാനും കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ രാത്രിയാവും. രണ്ടുപേരും റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഭയങ്കര ടെൻഷനായിട്ടിരിക്കും. അതായത് ഈ അറേഞ്ച് മാരേജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഫസ്റ്റ് നൈറ്റ് ചെല്ലുമ്പോ ഒരു ഫീൽ ഇല്ല, അതുപോലെ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നുണ്ടേനെ ഡു ചോദിക്കും, ഇന്നെന്താ വെതർ ഇങ്ങനെ ഇരിക്കുന്നത്, ഭയങ്കര തണുപ്പാണല്ലോ, നീ എന്ത് വിചാരിക്കുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ടതുകൊണ്ട് എനിക്ക് പറയും, കുഴപ്പമില്ല, നല്ലതാണെന്ന് പറയും. തന്നെ ഡു ഒരു നമ്പർ ഇടും, നിന്റെ ബ്ലാങ്കറ്റ് ഭയങ്കര ചെറുതല്ലേ, നിനക്ക് തണുക്കത്തില്ലേ? പറയാം, എന്റെ ബ്ലാങ്കറ്റ് ചെറുതാണ്, എനിക്ക് തണുക്കും എന്ന് പറയും. ഇത് കേട്ടതും ഭയങ്കര ഖുഷിയായിട്ട് ഡു പറയും, നിനക്ക് ഞാൻ എന്റെ വലിയ ബ്ലാങ്കറ്റ് തരണോ അതോ ഞാനോ നിന്റെ ബ്ലാങ്കറ്റ് ആയിട്ട് വന്ന് നിന്നെ ഹഗ് ചെയ്യണോ എന്ന് നിൽക്കും. അത് നല്ലൊരു തീരുമാനം അല്ലേ? അവന്റെ തണുപ്പ് മാറ്റാൻ വേണ്ടി ഇവന്റെ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഡു എന്ത് ചെയ്യും, പതുക്കെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ എക്കിന്റെ കട്ടിലായിരിക്കും. ഉടനെ എക്ക് നമ്മുടെ ഡുവിനെ അങ്ങ് ഹഗ് ചെയ്യും. എക്കാണെ പേടിച്ചിട്ടാണോ അതോ വയ്യാത്തോണ്ടാണോ നടത്തില്ല, നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. ഉടനെ ഡു ചോദിക്കും, ഞാൻ വന്ന് നിന്റെ അടുത്തിരുന്ന് നിന്നെ ഹഗ് ചെയ്തിട്ട് നീ വിറയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറയും. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും എക്ക് പറയും, അറിയില്ല എന്ന് പറയും. ഉടനെ ഡു പറയും, അന്നാ അതിനൊരു മാർക്കും ഉണ്ട്, നല്ലപോലെ അങ്ങോട്ട് ഹഗ് ചെയ്തിട്ട് കിസ് ചെയ്താൽ മതി, ഈ കോൾഡൊക്കെ അങ്ങ് മാറുമെന്ന് പറയും. ഇത് കേട്ടത് ഉടനെ നെക്ക് വെക്കും, ഇത് എന്ത് തിയറിയാ, ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ എന്ന് പറയും. ഉടനെ ഡു പറയും, ഇതാണ് കോച്ചിന്റെ തിയറിയാ മോനെ. എന്റെ പൊന്നൊക്കെ, നീ അറിയാത്ത ഒരുപാട് തിയറികളുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത് കോച്ചിന്റെ തിയറി. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂട്ടറിന്റെ തിയറി ആയിരുന്നു. കണ്ടും കണ്ടും നോക്കിയാൽ രണ്ടുപേർക്കിടയിൽ പ്രേമമുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് തിയറികൾ കണ്ടിട്ടിരിക്കും ഞങ്ങൾക്ക് ഇതൊരു പുതുമയല്ല അല്ലേ മക്കളെ? എത്ര ബിയൽ പടം പാത്തിருக்கு. ഉടനെ തന്നെ നമ്മുടെ ഡു എന്ത് പറയും, നീ ഒരു കാര്യം ചെയ്യും, മുറുക്ക ഹഗ് ചെയ്തിട്ട് കണ്ണങ്ങോട്ട് അടച്ചോളാൻ പറയും, ബാക്കി കാര്യം എല്ലാം കോച്ച് നോക്കിക്കോളും. എന്റെ പൊന്നു മക്കളെ, സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നമ്മുടെ എക്ക് എന്താണെന്ന് പറഞ്ഞത്, നിനക്കെന്താ ഒന്നും അറിയില്ല, രാത്രി ഞാൻ എല്ലാം പഠിപ്പിക്കാന്ന്. ഇതിപ്പോ അവനാണല്ലോ ഇവനെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ വിറച്ച് തുള്ളിച്ചാടി അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഡു ആണെങ്കിൽ പെട്ടിന്ന് എഴുന്നേക്കുമ്പോ തൊട്ടേ എക്കിന്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. അവനാണ് രാത്രി പണിപ്പിച്ചാന്ന് പറഞ്ഞത്. ഇവനെയൊക്കെ എന്താ ചെയ്യണം? പണ്ടുള്ളവർ പറയുന്നത് എത്ര സത്യമാണ്, കുരയ്ക്കുന്ന വെട്ട് കടിക്കത്തില്ലെന്ന്. അതിന് കുരയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഡു കണ്ണടച്ചോന്ന് പറഞ്ഞതും എന്ത് ചെയ്യാ, അനുസരണയുള്ള ചെറുക്കനല്ലേ, കോച്ച് പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ തന്നെ കണ്ണടയ്ക്കും. ഉടനെ ഇവൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിസ് ചെയ്യും. രണ്ടുപേരെ ഹാപ്പി ആയിട്ട് ഹഗ് ചെയ്ത് കിസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വഴിക്ക് നമ്മുടെ പിള്ളേർ അങ്ങനെ സെറ്റായി, നല്ല സന്തോഷം. എനിക്ക് എന്തോ ഇവരെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഈ സീരീസ് കാണുമ്പോൾ എക്കിനെ കാണാൻ അത്ര ഭംഗിയായിട്ട് തോന്നത്തില്ല, പക്ഷെ എക്കിനെ അല്ലാതെ കാണാൻ നല്ല രസമാണ് കാണാൻ. സുന്ദര കുട്ടപ്പനാണ്. അല്ലാതെ പിക്ക് കണ്ടപ്പോഴേക്കും എനിക്ക് എക്കിനെ അങ്ങ് ബോധിച്ച്. ഈ സീരീസിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വരുന്ന എല്ലാവരും കൊടുക്കത്ത ഗ്ലാമറാണ്. എന്ത് ചെയ്യാനാ നമ്മള്. ഇവിടെ വെച്ച് നമ്മുടെ എക്കിന്റെയും ഡുവിന്റെ സ്റ്റോറി താൽക്കാലികമായി തീരും. ഇനി അടുത്ത എപ്പിസോഡ് അടുത്ത കപ്പിളിന്റെ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ ബാക്കി കാണണം. ഇതിലും സൂപ്പറാണ്. അപ്പൊ പിന്നെ മറക്കാതെ ഒരു ലൈക്കും ചെയ്ത് എപ്പിസോഡ് എങ്ങനെ ഉണ്ടാകുന്ന കമന്റും ചെയ്തിട്ടേ പോകാളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.